ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് NRCS അഥവാ ISROയിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് വേക്കൻസിയെ പറ്റി പറയാനാണ്. ഒട്ടേറെ ഒഴിവുകളിലേക്കാണ് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് SC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോറസ്ട്രി ആൻഡ് എക്കോളജിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേണ്ട പോസ്റ്റ് നമ്പർ ഓഫ് പോസ്റ്റ് 2 എണ്ണമാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് MSc ഇൻ ബോട്ടണി ഓർ ഫോറസ്ട്രി ഇക്വലൻറ്റ് വിത്ത് BSc ഇൻ ബോട്ടണി ഓർ ഫോറസ്ട്രി എക്കോളജിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സയൻറ്റിസ്റ്റ് ഇൻ എഞ്ചിനീയർ SC ജിയോ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത് 2 വേക്കൻസിയാണ്. MSc ഇൻ ജിയോർഫോമാറ്റിക് ഓർ ഈക്വലൻ്റ്, BSc ഇൻ ഫിസിക്സ് മാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സയൻറ്റിസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് SC ജിയോളജിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ MSc ഇൻ ജിയോളജി ആപ്ലിക്കബിൾ ജനറൽ ഇക്വലൻ്റ് വിത്ത് BSc ഇൻ ജിയോളജിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വേക്കൻസി ജിയോ ഫിസിക്സ് ആണ്. അതിന് MSc ടെക് ഇൻ BSc ഇൻ ഫിസിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം BSc MSc പോലുള്ള ഇത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ അർബൻ സ്റ്റഡീസ് ആണ്. ME MTech അർബൻ പ്ലാനിംഗ്, BE BTech പ്ലാനിംഗ്, BArcലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ ഒട്ടേറെ ഒഴിവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. റിസോഴ്സസ്, ജനറൽ ഇൻഫോർമാറ്റിക് എന്നീ വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാവരും അപേക്ഷിക്കുക. ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാവരും അപേക്ഷിക്കുക. ഇതിൻ്റെ ഡേറ്റും ഇതിൻ്റെ പോസ്റ്റ് കോഡും തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ഓരോന്നിനും പോസ്റ്റ് ഉണ്ട്, സെപ്പറേറ്റ് കോഡുകളും ഉണ്ട്. അപ്പം ആ കോഡിൽ നോക്കി അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാവരും അപേക്ഷിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ISROയിലേക്ക് നല്ല സാലറി പാക്കേജ് അവർ പറയുന്നുണ്ട്. അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാവരും കെയർഫുള്ളായി നോക്കി വായിച്ചിട്ട് മാത്രം അപേക്ഷിക്കുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.